നമ്മോടൊപ്പം ഇപ്പോൾ ഈ ഗാനം രചിച്ച പൂവത്തൂർ ചിത്രസേന നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. ഒരു മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് എഴുതാനുള്ള പ്രചോദനം ആരാ നൽകിയത്? എനിക്ക് ഈ പാട്ട് എഴുതാനായിട്ട് എന്നോട് പറഞ്ഞത് നമ്മുടെ സംഘടനയുടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ പി ഹണി ആണ്. പി ഹണി അവറുകളാണ് എന്നോട് ഈ പാട്ട് എഴുതാൻ പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് മുൻപും പ്രകീർത്തിച്ചുള്ള ഗാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ കാരണഭൂതൻ എന്ന് തുടങ്ങുന്ന വരികളുള്ള ഗാനം. അപ്പോൾ ഈ പാട്ട് എഴുതാൻ എന്തു മുഖ്യമന്ത്രിയുടെ എന്തൊക്കെ ഉൾക്കൊണ്ടാണ് ഇങ്ങനൊരു പാട്ട് എഴുതാൻ ഇടയായത്? കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ സഖാവ് പിണറായി വിജയൻ ഈ കാലവർഷക്കെടുതിയായാലും കൊറോണ ആയാലും ഏതൊരു വിഷയം ഉണ്ടായാലും ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ ജനങ്ങളെ തൻ്റെ മാറോട് പിടിച്ചണയ്ക്കുന്ന ഭരണാധികാരിക്ക് വേണ്ടി ഒരു ഗീത എഴുതുന്നത് ഒരു കവി എന്നുള്ള രീതിയിൽ എനിക്ക് ഉചിതമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ രചിച്ചത്. അങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ വ്യക്തിപൂജയിൽ വിശ്വസിക്കുന്നില്ല, ആശയത്തിലാണല്ലോ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യക്തിപൂജയാണ് എന്ന് തോന്നിയിട്ടില്ല? ഇത് വ്യക്തിപൂജ അല്ല. ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഏതൊരു ഭരണാധികാരിയും ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രജയ്ക്ക് അർപ്പിക്കാനുള്ള ഒരു സാധാരണ ഒരു പൗരന് അർപ്പിക്കാനുള്ള ഒരു സമ്മാനമായിട്ടാണ് ഞാനിത്. അല്ല, ഇത് ഒരു സാധാരണ ഈ സംഘടനയ്ക്ക് വേണ്ടി മുൻപും സ്വാഗതഗീതമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഈ രീതിയിലായിരിക്കണം ഈ പാട്ട് എന്ന് നിർദ്ദേശിച്ചിരുന്നോ? അല്ല, എന്നോട് പ്രസിഡന്റ് പി ഹണി ശരിക്കും വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കവിത വേണം. വിപ്ലവമായിട്ടുള്ള കവിത വേണം. അതായത് പിണറായി സഖാവിനെ പ്രകീർത്തിക്കുന്നതായിട്ട് തോന്നാനും പാടില്ല എന്ന് ഞാൻ എഴുതിയപ്പോഴങ്ങനെ ആയിപ്പോയി. പക്ഷേ ആയിപ്പോയി. അത് പറയാൻ പറ്റില്ല, മനുഷ്യരല്ലേ. അപ്പൊ എനിക്ക് ഇന്നത് എഴുതാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ എടുത്തു. അത്രേ എനിക്കതിൽ പറയാനുള്ളത്. ഒരു വിപ്ലവഗാനം എഴുതാൻ പറഞ്ഞപ്പോൾ ഇതൊരു കുറച്ച് പുകഴ്ത്തൽ കൂടിപ്പോയി. മുന്നേ മുഖ്യമന്ത്രി പറഞ്ഞതേ കുറച്ചൊക്കെ എല്ലാവരും വിമർശിക്കുന്ന സമയത്ത് കുറച്ച് പുകഴ്ത്തലൊക്കെ ആകാമെന്നാണ്. അപ്പോൾ താങ്കളുടെ പാട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിപൂജയൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. പച്ചയായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ എന്തെഴുതിയാലും അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന് ഒന്നും വ്യതിചലിക്കാൻ പറ്റില്ല. ചുറ്റും വിമർശനങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഈ പാട്ടിനെ അദ്ദേഹം ഒരു ചെറിയൊരു പുകഴ്ത്തലായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അത് ചുറ്റും വിമർശനം ഉണ്ടാകുന്ന കാലത്ത് ഇതൊരു ചെറിയ പുകഴ്ത്തലായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അല്ലല്ലോ, ഒരിക്കലും അദ്ദേഹം അങ്ങനെ കാണില്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ കാണില്ല. കാരണം എന്ന് വെച്ചാല് സഖാവിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ എല്ലാം സംരക്ഷകനാണ്. ഞങ്ങളുടെ സംരക്ഷകന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ കവിത അർപ്പണം അങ്ങനെ ചെയ്തത്. എൻ്റെ പിതാവിൻ്റെ കാര്യം, ഞാൻ ഒരു വെറും പാവപ്പെട്ട പച്ചയായ മനുഷ്യനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എൻ്റെ അച്ഛൻ വലിയൊരു കവിയാണ്. 3 മഹാകാവ്യം, ഒരു സന്ദേശകാവ്യം, 5 ഖണ്ഡകാവ്യം, പിന്നെ താനാട്ട് സൂത്രം എന്ന് പറയുന്ന ഒരു വ്യാകരണ ഗവേഷണ ഗ്രന്ഥം. ഇതിൻ്റെ എല്ലാം അധിപനാണ് എൻ്റെ അച്ഛൻ. ആ മനുഷ്യൻ്റെ മുന്നിൽ വെറും ഒരു പുല്ല് മാത്രമാണ് ഞാൻ. അപ്പോൾ മാഷല് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ വേദിയിൽ ഈ പാട്ടിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 130ഓളം ജീവനക്കാർ, വനിതകളും പുരുഷന്മാരായ ജീവനക്കാർ ഇപ്പോൾ ഈ പാട്ടിന്റെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.